ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇന്ന് ശരത്തുള്ളത് കൊണ്ട് ഇവിടെ ചിക്കനും ചപ്പാത്തി എടുക്കാമെന്ന് കരുതി. അതിന് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കി മുളക് പൊടിയും മസാലപ്പൊടിയും ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് പെരട്ടി 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജ് വെച്ചിരുന്നു. അതാണ്ട് ചിക്കൻ വെക്കുന്നത് ഈ ഒരു ചീനച്ചട്ടിയിലാണ്. അപ്പോൾ രാവിലെ വെച്ച് അവിയലൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കുവാണ്. ഈ ഒരു ചീനച്ചട്ടി കൈ പൊള്ളാൻ എളുപ്പമാണെങ്കിലും ഇതിലെന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. വഴറ്റാനൊക്കെ കുറച്ച് എണ്ണ മതി. അപ്പോൾ ഈ ഒരു ഇത്രയും എണ്ണയെ ഞാൻ ഈ ചിക്കൻ കറിക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാത്ത, ഒരുപാട് മസാല ഇനി ഉപയോഗിക്കാത്ത ഒരു ഹെൽത്തി ചിക്കൻ കറിയാണ് ഈ ഉണ്ടാക്കുന്നത്. അപ്പം കടുകിനൊപ്പം പെരിഞ്ചീരകവും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു. ഇനി നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ സവാള ഇതിലേക്ക് ചേർക്കുകയാണ്. ഈ സവാള അരിഞ്ഞത് ഞാനല്ല, അമ്മയാണേ. അമ്മ ഒത്തിരി ടൈം എടുക്കുമെങ്കിലും നല്ല നൈസായിട്ട് അരിഞ്ഞു തരും. ഞാൻ അരിയുന്നതിനെല്ലാം പല ഷേപ്പായിരിക്കും. അമ്മ ഒറ്റ ഒരു ഷേപ്പിൽ നല്ലപോലെ അരിയും. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ചെറു തീയിൽ അടച്ചു വെച്ച് വേവിച്ചു. ഇതാണ്ടേ ചപ്പാത്തി ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നതല്ല. നമ്മുടെ സ്കൂളിൻ്റെ അടുക്കൽ ഒരു വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, കടയിൽ നിന്ന് മേടിക്കുന്ന മറ്റ് ചപ്പാത്തിയേക്കാളും ഒക്കെ കടയിൽ നിന്ന് മേടിക്കുന്ന ചപ്പാത്തികൾക്ക് ഒരു ചെറിയ മധുരം തോന്നും. അങ്ങനെ തോന്നാറില്ല. പിന്നെ ഒരു പ്ലാസ്റ്റിക് പോലുള്ളൊരു ഷെയ്ഡ് പോലെ ചിലപ്പോൾ തോന്നാറില്ലേ കടയിൽ നിന്ന് മേടിക്കുന്ന ചപ്പാത്തിക്ക് ഒരു ഗ്ലൈസിങ് ഒക്കെ? അതങ്ങനെ ഒന്നും തോന്നാറില്ല കേട്ടോ. ഇത് നമ്മുടെ നാടൻ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തിയുടെ അതേ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്ന നല്ലൊരു ചപ്പാത്തിയാണ് ഇത്. ആദ്യത്തെ 1-2 തവണ മേടിച്ചപ്പോഴേ നമുക്ക് കഴിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫീൽ കിട്ടുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഒരു 2-3 പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ സവാളയും വഴന്ന് ഒരുമാതിരി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ചിക്കൻ ഏകദേശം ആയതിനു ശേഷമാണ് ഞാൻ വെളുത്തുള്ളി അതും കൂടെ റെഡിയാക്കി. കാരണം ഓരോ പ്രാവശ്യം ഞാൻ ഓരോ ചപ്പാത്തി നല്ലപോലെ ഒരു ഫോർമാറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല. പക്ഷെ ഓരോ ദിവസം ഓരോ രീതിയിൽ ഉണ്ടായി പോകും. സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്ന ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു പനിക്കോട് കിടന്ന് കറങ്ങുന്നത് കൊണ്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല. കഴിക്കുന്നവരുടെ വീഡിയോ എടുക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന ഇവിടെ മാനിച്ചത് കൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഓക്കെ.